കൊല്ലത്ത് നടന്നു വന്ന സംസ്ഥാന ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. വനിതാ വിഭാഗത്തിൽ ആലപ്പുഴയും പുരുഷ വിഭാഗത്തിൽ തിരുവനന്തപുരവും ജേതാക്കളായി. 17-10 ഗോൾ നിലയിലാണ് വനിതാ വിഭാഗത്തിൽ ആലപ്പുഴ കിരീടം നേടിയത്. തിരുവനന്തപുരം വനിതാ വിഭാഗത്തിൽ 2ാം സ്ഥാനം നേടിയപ്പോൾ ആലപ്പുഴ പുരുഷ വിഭാഗത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി. 17-10 ഗോൾ നിലയിലാണ് വനിതാ വിഭാഗത്തിൽ ആലപ്പുഴ കിരീടം നേടിയത്. തിരുവനന്തപുരത്തിന്റെ അഖിലയാണ് വനിതകളിലെ മികച്ച താരം. 23-20 ഗോൾ നിലയിലാണ് പുരുഷ വിഭാഗത്തിൽ തിരുവനന്തപുരം ആലപ്പുഴയെ തോൽപ്പിച്ചത്. ഫൈസലാണ് പുരുഷന്മാരിലെ മികച്ച താരം. വനിതകളിൽ കോഴിക്കോടിന്റെ അജീഷയും പുരുഷന്മാരിൽ കോട്ടയത്തിന്റെ ടൈബനും ഭാവിയുടെ വാഗ്ദാന താരങ്ങളായി. ഒരു കാലഘട്ടത്തിൽ വർഷങ്ങളോളം നീണ്ടുനിന്ന കായിക ഇനങ്ങളുടെ പ്രാക്ടീസ് ഉൾപ്പെടെ, അതുപോലെ ഹാൻഡ്ബോളും ഇങ്ങനെ ഫുട്ബോൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ അല്ലെങ്കിൽ പരിശീലനം നമ്മുടെ ഈ QAC ഗ്രൗണ്ടുകളിലായിരുന്നു ഞങ്ങൾ നടത്തിയത്. നിങ്ങൾക്കറിയാം, അന്ന് നമ്മുടെ ഈ സ്റ്റേഡിയം എന്ന് പറയുന്നത് സ്റ്റെപ്പ് മാത്രമുള്ള സ്റ്റേഡിയമായിരുന്നു. ഗ്രൗണ്ട് ഒന്നും ലെവൽസ് ചെയ്യാതിരുന്നൊരു കാലഘട്ടത്തിൽ സ്റ്റെപ്പിലൂടെ മേളിലോട്ട് കയറും, പിന്നെ തിരിച്ചിറങ്ങും. അങ്ങനെ ഇങ്ങനെ ഒരു 4-5 റൗണ്ട് ഞങ്ങൾ ഈ സ്റ്റെപ്പിനകത്ത് രാവിലെ വന്ന് പരിശീലനത്തിൽ ഏർപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഒരു സെറ്റ് ആൾക്കാർ ഞങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്കുണ്ടായി. അവരുടെയൊക്കെ പേര് ഇവർ തന്നെ ഓർമ്മപ്പെടുത്തി എന്നോട് പറഞ്ഞു. ഇപ്പോഴും അവരൊക്കെ നമ്മുടെ സമൂഹത്തിലുള്ള പലരും പല ജോലികളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. എഞ്ചിനീയറായി പോയവരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരായി പോയവരുണ്ട്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകരായവരുണ്ട്. അങ്ങനെ ഇതര ജോലികളിലൊക്കെ പോയ ധാരാളം ആൾക്കാരുണ്ട്. ഇരു വിഭാഗങ്ങളിലും ആലപ്പുഴയുടെ ഐശ്വര്യയും നിതിൻ കുരുവിളയും മികച്ച ഗോൾ കീപ്പർമാരായി. മന്ത്രി ജെ ചിഞ്ചുറാണി വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. M. നൌഷാദ് MLA മുഖ്യാതിഥിയായ ചടങ്ങിൽ ജില്ലാ അസോസിയേഷൻ പ്രസിഡന്റ് K. മനോജ് അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി K. രാധാകൃഷ്ണൻ, സംസ്ഥാന ചെയർമാൻ ബിഫി വർഗീസ്, സംസ്ഥാന സെക്രട്ടറി സുധീർ, അഡ്വക്കേറ്റ് അനിൽ അമ്പലക്കര, KM രാജീവ്, G. രാജ്മോഹൻ, പൂജ ഷിഹാബ് എന്നിവർ സംസാരിച്ചു. സ്പോർട്സ് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇന്ന് കേരളം. കേരളം ലോകമാകെ ശ്രദ്ധിക്കപ്പെടാൻ പോവുകയാണ്. ഇന്ത്യ ഒട്ടാകെ ശ്രദ്ധിച്ചു കഴിഞ്ഞു. കാരണം ലോകത്തെ ഫുട്ബോൾ പ്രേമികളുടെ പ്രിയങ്കരനായ മെസ്സി ഉൾപ്പെടുന്ന അർജന്റീനിയൻ ടീമിനെ കേരളത്തിലേക്ക് എത്തിക്കുകയാണ്. അടുത്ത വർഷം കേരളത്തിൽ മെസ്സിയുടെ നേതൃത്വത്തിലുള്ള ടീം എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ കരാറായി കഴിഞ്ഞു. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.